ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ പ്രതിഷേധങ്ങളുണ്ടാവും. പക്ഷേ പ്രതിഷേധത്തിന് തിരഞ്ഞെടുക്കുന്ന വഴി, സഭയ്ക്കകത്തുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ചോദ്യോത്തരവേള പോലും പലപ്പോഴും നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് വാസ്തവത്തിൽ ഈ ചോദ്യോത്തരവേള ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് മെമ്പേഴ്സിന് ഉള്ള നഷ്ടമാണത്. ഗവൺമെൻറ്റിന് യാതൊരു നഷ്ടവുമില്ല. അവിടെയാണെങ്കിൽ മന്ത്രിമാർ വളരെ ഹാപ്പിയാണ്, കാരണം അവർക്ക് ആൻസർ പറയണ്ടല്ലോ. മെമ്പർമാരുടെ ഒരു കാര്യമല്ലേ, അവർ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന, അവർക്ക് ഇൻഫർമേഷൻ കിട്ടാതാവും, അവർക്ക് ഡിസ്കസ് ചെയ്യാൻ വയ്യാതെ വരും. ഇങ്ങനെയൊക്കെയുള്ളത് അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ ഇതിലുള്ള ഒരു ബേസിക്കായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഏത് പരിധി വരെ പോകാം ഒരു സഭയ്ക്കകത്ത് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് വാസം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം പ്രൊട്ടസ്റ്റ് ആകാം, പക്ഷേ ഏത് പരിധി വരെ ഇത് പോകണം? ഒരു സഭയുടെ നടപടികൾ മുഴുവൻ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലാണോ പ്രൊട്ടസ്റ്റ് വേണ്ടിയത്? ഇപ്പം ഞാൻ 1970 പാർലമെൻറ്റിൽ കയറിയ ഒരാളാണ്. 1970 മുതൽ ആ 70കളിൽ ആ ഒരു ഡെക്കേഡ്, അടുത്ത ഡെക്കേഡ്, ഇത് രണ്ടും ഞാൻ ആ സമയത്തൊന്നും തന്നെ ഈ സഭയുടെ നടുക്കളത്തിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് സഭയെ അലങ്കോലപ്പെടുത്തി പോകുന്ന ഒരൊറ്റ ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിബേറ്റുകൾ നടന്ന സമയമാണിത്. ഓരോ ബില്ലിനെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ പഠിച്ചു വന്നിരുന്ന്, അത് വളരെ വളരെ എമിനൻ്റായിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അവരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ വാസം പറഞ്ഞാൽ നമ്മൾ ധാരാളം പഠിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ മിസ് ഓൾ ഓഫ് ദം. പ്രൊഫസർ ഹിരൺ മുഖർജി, ഇന്ദ്രജിത് ഗുപ്ത, ജ്യോതിർമയ് ബാസു, അതുപോലെ തന്നെ ശ്യാമനന്ദൻ മിശ്ര, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ ടോപ്പ് ക്ലാസ് പാർലമെൻറ്റേറിയൻ, വേൾഡ് ക്ലാസ് പാർലമെൻറ്റേറിയൻസാണ്. അവരൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ രീതിയിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു. ഗവൺമെൻറ്റിനെ എന്ന് പറഞ്ഞാൽ അത് യൂസ് ടു പുട്ട് ദ ഗവൺമെൻറ് ഓൺ ദ മാറ്റ്. ഗവൺമെൻറ് എപ്പോഴും ഒരു സൂചിമനെ നിൽക്കുന്ന പോലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. ആ രീതിയിലാണ് മധുലിമായി എന്നൊക്കെ പറഞ്ഞാൽ. മാത്രമല്ല, ഈ അക്രമാസക്തമായ പ്രൊട്ടസ്റ്റ് സഭയ്ക്കകത്ത് നടത്തുന്നതോടുകൂടി ഈ പ്രതിപക്ഷം അവർക്കുള്ള നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് വേണോ? ആ പരിധി വരെ പോകണോ? ഇപ്പം സഭയിൽ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സൂചിമനെ നിർത്താൻ ഡിബേറ്റിലൂടെ സാധിക്കുകയുള്ളൂ, ചോദ്യങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ. മധുലിമായി എന്ന് പറഞ്ഞൊരു മെമ്പറുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ. ഇദ്ദേഹം ചോദ്യങ്ങളിലൂടെയാണ് പ്രഗത്ഭനായത്. ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാക്കി അങ്ങനെ അദ്ദേഹം ഗവൺമെൻറ്റിനെ വെള്ളം കുടിപ്പിക്കുമായിരുന്നു. മധുരമായി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ മന്ത്രി വിയർക്കുമായിരുന്നു. ഇതാണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ ഏറ്റവും ദീപ്തമായ ഒരു മുഖമായിരുന്നു അന്ന് ഞാൻ കണ്ടത്. ശക്തമായ, വളരെ ഡീപ്പായിട്ടുള്ള സെർച്ചിങ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരിൽ നിന്ന് കറങ്ങുക. നല്ല തയ്യാറെടുപ്പ് വേണം. അവിടെ എണിച്ചിന്ന് ഷൗട്ട് ചെയ്യാൻ ഒരു തയ്യാറെടുപ്പും വേണ്ട. ഇത് ഒരു കാലഘട്ടം വരെ ഇങ്ങനെയായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബേറ്റാണ് പ്രധാനം, അല്ലാതെ മറ്റ് ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റും അവിടെയെങ്കിലും ഇല്ലായിരുന്നു. അതാണ്. പക്ഷേ അതിനുശേഷം ഈ ബാക്ക് ബെഞ്ചേഴ്സാണ് ഈ പ്രൊട്ടസ്റ്റിന് ഒരുങ്ങി മുമ്പോട്ട് വന്നത്. അവർക്കൊരു റോളും ഇല്ലായിരുന്നു. അവർ ബാക്ക് ബെഞ്ചിലിരിക്കുക, അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, അറിയത്തില്ല, വിഷയങ്ങൾ അറിയത്തില്ല, അത് പഠിക്കാറില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള റോള് കിട്ടി. അവസാനത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ മുമ്പോട്ടിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊരു പതിവായി. പിന്നെ ഇപ്പോൾ അതാണ് നോം, ന്യൂ നോം എന്ന് പറഞ്ഞ പോലെ അതാണിപ്പം നോം. പക്ഷേ അത് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിനെ വളരെ വീക്കൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്.